അസ്സലാമു അലൈക്കും. അപ്പോൾ ഇഫ്താർ സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത്. അതൊരു സ്പെഷ്യലാണ് കേട്ടോ. സോയാ ചങ്ക്സൊക്കെ ചേർത്തിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ഇത് കഴിച്ചാൽ ശരിക്കും ഒരു പിസ്സ ഒക്കെ കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ സൂപ്പറാണ്. ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും. ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇത്ര ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റിയത് തന്നെയാണ് കേട്ടോ. അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. ചൂടായി കിടക്കുന്ന പോട്ടിലോട്ടേക്ക് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ, ഞാനിപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 വലിയുള്ളി അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് 2 വലിയുള്ളി തന്നെ ധാരാളമാണ്. എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകാണ് ഇവിടെ ചേർക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ മതി. ഇനി കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് കുറച്ച് ചേർത്തോളൂ. ഇത് ഞാനൊരു 1/4 ടീസ്പൂൺ അത്രേ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മസാലപ്പൊടി, റമദാൻ സ്പെഷ്യലായിട്ടുള്ള മസാലപ്പൊടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുണ്ട് ഈ ഒരു പൊടി. ഇതിലെല്ലാം ഇൻക്ലൂഡ് ആണെന്നുള്ളത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി നോക്കൂ. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു പൊടി 1/4 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. സൂപ്പർ ഫ്ലേവറാണ് അതിൽ നിന്ന് വരിക. പിന്നെ നമുക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് വേണം. ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 എണ്ണം തന്നെ നമുക്ക് ഏകദേശം ഒരു 15-20 അത്ര ക്വാണ്ടിറ്റിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഉരുട്ടുന്ന ഒരു ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ 15 എണ്ണം കിട്ടും. കുറച്ചുകൂടെ ചെറുതാക്കുകയാണെങ്കിൽ 20 എണ്ണം കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കും ഉടച്ച് കൊടുക്കണം. ഞാൻ തലേന്ന് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതാണ് എടുത്തത്. അതുകൊണ്ടാണ് അത് ഉടയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോഴത് ശരിക്കും ഉടച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കോണ് വേണം. വേവിച്ച കോണാണ് കേട്ടോ. അതൊരു കപ്പോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. കാരണം ഇതിൽ ചിക്കന്, ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ കോണ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ശരിക്കും ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ടേക്ക് വേണമെങ്കിൽ ക്യാബേജ് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജ് വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ. ബീൻസോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. ഇനി ഞാനിതിലേക്ക് ഇടുന്നത് ക്യാപ്സിക്കാണ്. 1ൻ്റെ പകുതിയാണ്. ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തോളൂ. പിന്നെ ക്യാരറ്റ് 1ൻ്റെ പകുതിയാണ് എടുത്തത്. ഒന്നും മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അത്ര തന്നെ മതി കേട്ടോ. നമുക്കിത് ധാരാളമാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് മിക്സാക്കാം. മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം എരിവ് അതേപോലെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എരിവ് ഇപ്പോൾ ഞാനിട്ടത് എനിക്ക് പെർഫെക്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ എന്തായിട്ടുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ല, അവർ എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. ഒരുപാട് എരിവുണ്ടാകുമ്പോൾ അവർക്ക് കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് വേണം. അതൊന്ന് നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കണം. വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് നല്ല രീതിക്ക് വേവിച്ചിട്ട് ആ വെള്ളം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെള്ളം ഒഴിവാക്കി ആ ഒരു സെയിം പോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പം നമ്മുടെ സോയാ ചങ്ക്സിലോട്ടൊക്കെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. നമുക്ക് 1 ടീസ്പൂണ് സോയാ സോസ്, 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂണ് ബാർബിക്യൂ സോസ്. ബാർബിക്യൂ സോസ് അങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഉണ്ടാക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിന് വാങ്ങാനും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് വേണ്ട കേട്ടോ. ഉള്ള ആൾക്കാർ അത് കുറച്ച് ഇട്ട് കൊടുത്തോളൂ. പക്ഷേ ഇതിൻ്റെ ഒരു വറുത്തതുണ്ടല്ലോ, എന്താ ടേസ്റ്റ് അറിയോ. നിങ്ങൾക്കത് വെറുതെ സോയാ ചങ്ക്സ് വറുത്തെടുക്കണമെങ്കിൽ ഈ ഒരു കൂട്ടിൽ അങ്ങനെ തയ്യാറാക്കി നോക്കൂ. രക്ഷയില്ലാത്ത ഫ്ലേവറാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മോസറല്ല ചീസ് വേണം. പിന്നെ അതേപോലെ കൈമൽ ഒരല്പം ഓയിൽ അങ്ങനെ തടവി കൊടുക്കാം. കാരണം കൈമൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ പിന്നെ തടവി കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് കുറച്ച് കൈമൽ എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. അതിൻ്റെ ഉള്ളിലോട്ടേക്ക് സോയാ ചങ്ക്സും അതേപോലെ മോസറല്ല ചീസും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് ബോളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തതിൻ്റെ കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു 5 ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു കൂട്ടിലുണ്ടല്ലോ 20 എണ്ണോളം ഉണ്ടാക്കട്ടോ. ഇപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ രീതിക്കാണ് ബോൾസാക്കിയത്. ഒന്നൊക്കെ കഴിച്ചാൽ മതിയല്ലോ, വയറെന്നെ ഫുള്ളാവും കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊന്നും ഒരു ഗ്ലാസ് ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വയറ് ഫുള്ളാവും. അപ്പോൾ സ്നാക്സ് നായും ചെയ്ത് അത്യാവശ്യം ഒരു ഹെൽത്തിയും ആണ് താനും, എന്നാലും നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് തയ്യാറാക്കാനായിട്ട് ചിക്കനും ബീഫും തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. സോയാ ചങ്ക്സ് കുറച്ച് കുറഞ്ഞ പൈസക്ക് കിട്ടുമല്ലോ വാങ്ങാൻ. അത് ശരിക്കും ഒരു ചിക്കൻ്റെയും ബീഫിൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടാറ്. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ഇതിലൊക്കെ ഇടാം. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, കട്ട്ലറ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്ത്
സോയ ചങ്ക്സ് ബാർബിക്യൂ സോസ് അല്ലാത്ത രീതിക്ക് മീൻസ് ബാക്കിയുള്ളതുണ്ടല്ലോ സോയ സോസ് ടൊമാറ്റോ സോസ് ഇങ്ങനെയുള്ള രീതിക്ക് അതൊന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് പൊടിച്ചിട്ട് ചിക്കൻ ചേർക്കുന്നതിന് പകരം സോയ ചങ്ക്സ് ഒന്ന് ചേർത്ത് നോക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ അത് ഇറച്ചിയും ബീഫൊക്കെ വാങ്ങുക പറയുന്നത് എല്ലാവർക്കും അത് താങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് കുറഞ്ഞ രീതിക്ക് വേണമെങ്കിൽ എന്താ സോയ ചങ്ക്സ് വാങ്ങിയിട്ട് സമൂസ വേണോ പിന്നെ അതേപോലെ കട്ട്ലേറ്റ് വേണോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ബോൾസ് ചെയ്തെടുക്കട്ടെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ 2 സോയ ചങ്ക്സും വെക്കട്ടോ. ഞാൻ ഫസ്റ്റത്തെ ബോൾസ് ആക്കിയപ്പോൾ 1 വെച്ച് പിന്നെ 2 വെച്ചിട്ടാണ് ഉരുട്ടിയത്. നല്ല രസമാണ് ഇത് കഴിക്കാൻ, ആ 2 ചീസും എല്ലാം കൂടായിട്ട്. അപ്പോഴും മുഴുവൻ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉരുട്ടൽ കണ്ടില്ലേ കുറച്ച് വലുതാണ് കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ ഒന്നുകൂടെ ക്യൂട്ടും ഉണ്ടാവും കാണാൻ. പക്ഷെ ആ ചെറുതാകുമ്പോൾ പിന്നെ 2 തിന്നുണ്ടല്ലോ. ഏതോ ആകുമ്പോൾ 1 തിന്നാലും മതി, നമുക്ക് പണി തീരും. അല്ലോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് എന്താണ് കോൺഫ്ലെക്സ് പൊടിച്ചതും വേണം, ഒരു എഗ്ഗ് കലക്കിയതും വേണം കേട്ടോ. അപ്പോൾ എഗ്ഗ് കലക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് എഗ്ഗ് കലക്കിയത്. പിന്നെ കോൺഫ്ലെക്സ് പൊടിച്ചതാണ് സമയത്ത് നമുക്കിങ്ങനെ ബേക്കറികളിലൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു കളറല്ല കിട്ടുക. നമ്മൾ ബ്രെഡ് ക്രംസിനുണ്ടല്ലോ, പിന്നെ രസമാണ് പക്ഷെ പൊരിക്കുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. പിന്നെ അതുപോലെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഓയിൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുകയും വേണം. കോൺഫ്ലെക്സ് ആകുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലേ, കാണുന്നത് നല്ല രസമാണ്, കഴിക്കാനും നല്ല രസമാണ്, കരിഞ്ഞു പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ. എന്നിട്ടൊരു ബോൾ എടുത്തിട്ട് എഗ്ഗിൽ മുക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കോൺഫ്ലെക്സ് പൊടിച്ചതിലൊന്ന് പൊതിഞ്ഞിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക, എന്നിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോഴും മുഴുവനായിട്ട് പൊരിക്കുന്നില്ല, ഒരു 3 നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം പൊരിക്കുന്നുള്ളൂ. ബാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പിന് അതിന് മാത്രം ദിവസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് നോമ്പിനേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്ക് താഴെ തന്നെ 2 ആഴ്ച വരെ അത് വെച്ചാലും ഒന്നും ആകത്തൊന്നുമില്ല കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്കിത് ഓയിലിൽ അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനങ്ങനെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ഇവിടെ പൊരിക്കുകയും ചെയ്യാണ്. ഓയിൽ അതേപോലെ നല്ല ചൂടായതിന് ശേഷം ഈ ഒരു സ്നാക്ക് പൊരിച്ചെടുക്കല്ല കേട്ടോ. ഒരു മീഡിയം ചൂട് ആ രീതിക്ക് അങ്ങനെ പൊരിച്ചെടുത്താൽ മതി. നല്ല ചൂടിലിട്ടിട്ട് പൊരിക്കുമ്പോഴൊട്ടാകെ കരിഞ്ഞു പോയി പോകട്ടോ, അപ്പോൾ അതിൻ്റെ രുചി തന്നെ നഷ്ടമായി പോകും. അപ്പോഴൊരു മീഡിയം ചൂടിൽ അങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അത് ഉരുട്ടലൊക്കെ നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് പൊട്ടി വരുന്നുള്ള പേടിയേ വേണ്ട കേട്ടോ. അപ്പോൾ കോൺഫ്ലെക്സിൻ്റെ പൊടി കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിലോട്ടൊക്കെ എന്നെ എടുത്ത് വെക്കുകയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും സ്നാക്സൊക്കെ തയ്യാറാക്കാമല്ലോ. ഇനി ഇതിലോട്ടേക്ക് കോൺഫ്ലെക്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി കോൺഫ്ലെക്സ് തന്നെ വേണം വിചാരിച്ചിട്ട് ഇതുണ്ടാക്കുന്നത് ഒഴിവാക്കേണ്ട. ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് പൊടിക്കുക. പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു നേരിയ ചൂടിലിട്ടിട്ട് പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയെ. അപ്പോഴും നമുക്ക് നല്ല രീതിക്കുള്ളൊരു ബ്രെഡ് ക്രംസ് അങ്ങനെ കിട്ടും. ഇല്ലെങ്കിൽ കോൺഫ്ലെക്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴിതാണ്ടത് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പൊരിച്ച് കഴിഞ്ഞിട്ട് ആ ചൂടോടെ തന്നെ അതൊന്ന് നടുങ്ങനെ പിളർത്തുന്ന സമയത്ത് ആ ചീസ് ഇങ്ങനെ വലിഞ്ഞിങ്ങനെ വരുമ്പോൾ എന്തൊരു ഹരം അറിയോ. അതുമാത്രമല്ല കേട്ടോ, കഴിക്കാനും അതിലേറെ രസമാണ് കേട്ടോ. ആ ഒരു സോയ ചങ്ക്സും ഈ ഒരു ചീസും എല്ലാം കൂടെ ആയിട്ട് മാഷാഅല്ലാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യുക, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ നോമ്പിലോട്ടേക്ക് എന്തായാലും ഇത് ഉണ്ടാക്കാൻ വേണ്ടി മറക്കരുതേ. നോമ്പെല്ലാവർക്കും അല്ലാഹ് ഹൈറാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബൈ ബൈ, അസ്സലാമു അലൈക്കും.